ഹായ് ഫ്രണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് കൊച്ചിൻ SRB എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ ഈ വീട് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഉദയംപേരൂർ പഞ്ചായത്തിൽ 3.25 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമായിട്ട് പണിതിരിക്കുന്ന പുതിയ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് ഉദയംപേരൂർ പഞ്ചായത്തിൽ ബസ് റോഡിൽ നിന്നും 300 മീറ്റർ മാത്രം മാറി 3.25 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമുമായിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണിത്. 2 കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഫ്രണ്ടേജ് ഇട്ടുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ചുറ്റുമുള്ള സ്പേസാണ് കാണിക്കുന്നത്. ഇതിന് വെള്ളം ബോർവീലും വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാത്രം മാറി കിഴക്കോട്ട് ദർശനമായിട്ട് 1550 സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡായിട്ടും അപ്സ്റ്റെയർ 2 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ടും അതുകൂടാതെ ഒരു സ്റ്റഡി റൂമും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ഡബിൾ ഡോറാണ് ഈ വീടിന് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് തേക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഡബിൾ ഡോർ നല്ല ഭംഗിയുള്ളൊരു ഡോറാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. തേക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മറ്റു ഡോറുകളെല്ലാം മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഉരുപ്പടി ആഞ്ഞിലിയുമാണ് വന്നിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഡ്രോയിങ് ഹാളാണ്. ഈ ഡ്രോയിങ് ഹാളിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത് 12x13 ആണ്. ഈ ഡ്രോയിങ് ഹാളിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ജിപ്സം വർക്കെല്ലാം ചെയ്ത് അതിൻ്റെ പ്രൊഫൈൽ ലൈറ്റെല്ലാം കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയുള്ള ഒരു ഡ്രോയിങ് ഹാളാണ് ഈ വീടിനുള്ളത്. നല്ലൊരു TV യൂണിറ്റും ഇതിൽ ചെയ്തിട്ടുണ്ട്. വാൾപേപ്പർ ഒരു ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ട് അതിലൊരു TV യൂണിറ്റും ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഈ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രോയിങ് ഹാളിൽ നിന്നും ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഒരു കബോർഡ് വർക്ക് അതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത് 14x14 ആണ്. ഡൈനിങ് ഹാളിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത് ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഹാളിൽ നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു വാഷ് ബേസിനും ഒട്ടും സ്പേസ് പോകാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ കിച്ചണാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചണിൽ നല്ല രീതിയിലുള്ളൊരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ചെയ്തിട്ട് മൈക്ക ഒട്ടിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഈ കിച്ചണോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഒരു സിങ്കെല്ലാം ചെയ്ത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വർക്ക് ഏരിയയും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂമാണുള്ളത്. വലിയൊരു ബെഡ്റൂമാണ്. 14x12 ആണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. 14x12 ആണ്. ഒരു വാൾഡ്രോപ്പും അതിൽ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വന്നിരിക്കുന്നത് കെറോവിറ്റിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും
300 മീറ്റർ മാത്രം മാറി 3.25 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. ഇത് നമ്മൾ അപ്സ്റ്റെയറിലേക്കാണ് പോകുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലിവിങ് റൂമാണ്. ഈ ലിവിങ് റൂം വന്നിരിക്കുന്നത് 14x14 ഈ ലിവിങ് റൂം വന്നിരിക്കുന്നത്. ഇത് അപ്സ്റ്റെയറിലെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 12x14 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കെറോവിറ്റിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത്. വാൾ മൗണ്ടാണ് ബാത്റൂം. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 10x14 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഒരു ഡ്രസ്സിംഗ് റൂമും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത്. ഇതൊരു സ്റ്റഡി റൂമാണ്. 9x7 ഈ സ്റ്റഡി റൂമിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത്. 9x7. നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിനുണ്ട്. ഏതാണ്ട് 12x8 സൗകര്യമുള്ള നല്ലൊരു ബാൽക്കണിയും ഈ വീടിനുണ്ട്. വില ഭാഗം 72 ലക്ഷം രൂപയാണ്.